നെറുങ്കൈതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിനും താലപ്പൊലി ഉത്സവത്തിനും ഒരുക്കങ്ങളായി. 23-ന് പുലർച്ചെ താലപ്പൊലിയുടെ അനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കും. തന്ത്രി തോട്ടവ മുത്തേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. നെറുകൈതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശം വെള്ളിയാഴ്ച ആരംഭിക്കും. 4 മണിക്ക് ആചാര്യവരണത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ കലശാഭിഷേകത്തോടെ സമാപിക്കും. ദ്രവ്യകലശത്തിന്റെ ഭാഗമായി രാവിലെ 10-നും 11-നും ഇടയിൽ അയ്യപ്പക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയെ പൂർവ്വസ്ഥാനത്തേക്ക് മാറ്റുന്ന പുനഃപ്രതിഷ്ഠാ കർമ്മവും നടക്കും. തന്ത്രി തോട്ടവ മുത്തേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്തിൽ 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. ശുദ്ധിക്രിയകളും പ്രായശ്ചിത്ത ഹോമങ്ങളും കലശപൂജകളും അഭിഷേകങ്ങളും ഉൾപ്പെടെ 6 നാൾ നീണ്ടുനിൽക്കുന്ന പുനഃപ്രതിഷ്ഠയോട് കൂടിയ നവീകരണ കലശമാണ് നടക്കുന്നത്. മേക്കോട്ട തന്ത്രി ചിറമംഗലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് ആചാര്യസ്ഥാനം വഹിക്കും. സമാപന ദിവസമായ 22-ന് രാവിലെ 8:50-നും 9:30-നും ഇടയിൽ പുതിയ ആരാധനാപീഠത്തിൽ മേക്കോട്ടയിൽ ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠയും ശ്രീകോവിൽ ഗണപതിയുടെ പുനഃപ്രതിഷ്ഠയും നടക്കും. ഉച്ചയ്ക്ക് പഞ്ചവാദ്യവും വൈകിട്ട് ഗുരുതിക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും നടക്കും. വൈകിട്ട് മെഗാ തിരുവാതിരയ്ക്ക് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ദീപം തെളിയിക്കും. 23-ന് പുലർച്ചെ താലപ്പൊലിയുടെ അനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കും. 11 മണിക്ക് ശേഷം പൂമുടൽ നടക്കും. 3 മണിക്ക് ആൽത്തറമേളത്തോടുകൂടി കാഴ്ചശീവേലി, തുടർന്ന് മഹാഗുരുതി, കരിമരുന്ന് പ്രയോഗം എന്നിവയും നടക്കും. രാത്രി 7-ന് സാംസ്കാരിക സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. PA അബ്ദുൽ ഹമീദ് MLA മുഖ്യാതിഥിയാവും. രാത്രി 8-ന് നടപ്പന്തലിൽ ഡബിൾ തായമ്പകയും പുറത്തെ വേദിയിൽ കലാവതരണങ്ങളും നടക്കും. രാത്രി 12-ഓടെ മേക്കോട്ട് ഭഗവതി താലപ്പൊലിപ്പറമ്പിലെ കളരിത്തറയിലേക്ക് എഴുന്നള്ളും. താലപ്പൊലി ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണിത്. മേക്കോട്ടയിലെ പാട്ടുപുരയിൽ കളംപാട്ട് ചടങ്ങുകളോട് കൂടിയാണ് താലപ്പൊലി മഹോത്സവം സമാപിക്കുക. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ കൃഷ്ണകുമാർ വെട്ടിയാട്ടിൽ, എക്സിക്യൂട്ടീവ് ഓഫീസർ സംഗമേഷ് വർമ്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.